അതെ, ഇത്രയൊക്കെ ഞാനും ആഗ്രഹിച്ചുള്ളൂ. രാവിലെ റൂമിൽ നിന്ന് എണീക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു വ്യൂ, കുറച്ച് മഞ്ഞ്, കിളികളുടെ കളകളാരവം, പിന്നെ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് കോഫി ഇവിടെ. അമ്മേ, പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ടീ. ഇതൊക്കെ വെറും 2 ദിവസത്തേക്കാണല്ലോ എന്ന് ആലോചിച്ച് വെറുതെ ഒരു സങ്കടം. തലേ ദിവസം നമ്മൾ ഉത്സാഹിച്ച പൂളൊക്കെ ചത്ത പോലെ കിടക്കണ്ടായിരുന്നു. അതിരാവിലെ എണീച്ച് ഏതോ വാട്ടർഫോളിലൊക്കെ പോകാമെന്ന് ഞങ്ങള് ഭയങ്കര നേരത്തെ എണീച്ചോണ്ട് തന്നെ ഉള്ള പൂള് കണ്ട് തൃപ്തിപ്പെട്ടു. വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് തന്നെ കുറച്ചേരം അവിടെ ഇവിടെ മാറി നിന്ന് വെയിലുണ്ടു. സത്യം പറയാലോ, ഞങ്ങൾ ഇതൊക്കെ തന്നെയെന്ന് മനസ്സിൽ കണ്ടത്. പ്രത്യേകിച്ച് തിരക്കോ ബളമൊന്നുമില്ലാണ്ട് ഇങ്ങനെ കുറച്ചു നേരം വെറുതെ സമയം കളയുക. നമ്മുടെ എല്ലാം ഉണ്ണിവരുന്ന വിശപ്പിന്റെ വിളി വന്നു. അവിടുത്തെ അമ്മയച്ഛനും ഉണ്ടാക്കിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് രാവിലെ. അവരുടെ ആ എഫേർട്ടിന് ഞങ്ങൾ 100% നീതി പുലർത്തി. ഇതായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഈ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയം എടുക്കുന്നവർ അവിടെ ചുമ്മാ ഇരിക്കാനുള്ള ത്വര ഞങ്ങൾക്ക് കൂടിക്കൊണ്ടിരുന്നു. അതെന്താവോ അങ്ങനെ. ഞങ്ങളുടെ ഫ്രണ്ട് ഹൈമയും അവിടുത്തെ അമ്മയും തമ്മിൽ എന്തോ കാര്യമായിട്ട് ഡിസ്കഷനിലൊക്കെ ആയിരുന്നു. ഇനി അവളെങ്ങാനും ഇത് മൊത്തമായിട്ട് രാവിലെ തുലാത്തലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചു നേരം ഊഞ്ഞാലടി. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ആരും കാണാത്തൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു ഗുയ്സ്. അതെന്താന്നല്ലേ കാണിച്ചു തരാം. കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് കാണിക്കുമ്പോഴല്ലേ അതിനൊരു രസം. ഇത് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷെ ഇത് ശരിക്കും ഒരു ഔട്ട്ഡോർ ഷൂട്ടിനും എല്ലാത്തിനും പറ്റിയൊരു ഏരിയ. ഫോണിൽ ഞാൻ മാറി മാറി വീഡിയോസ് എടുത്തിട്ടും എനിക്കത് അങ്ങോട്ട് ഇഷ്ടമായില്ല. കണ്ണിൽ കാണുന്ന രസം ഫോണിൽ കിട്ടില്ലല്ലോ. നമ്മൾ ഏറെക്കുറെ എത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ മാത്രം സ്വകാര്യ അഹങ്കാരം തന്നെ പറയാട്ടോ. കുളങ്ങളൊക്കെ നമ്മൾ കാണാത്തല്ല, നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മാന്തോപ്പിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കുളം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതും കുളം മാത്രല്ല, ആമ്പലും ഉണ്ടായിരുന്നു. ആസ്വാദനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല സൈഡായി. പിന്നെ ഓരോരുത്തരും നേരത്തും കൊമ്പത്തൊക്കെ ആയിട്ട് ഇരിപ്പായി സംസാരമായി. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒരു കാര്യം ഓർത്തത്. അതെ, അലങ്കോല പണി തുടങ്ങാൻ സമയമായി. നമ്മൾ ഇന്നലെ ചെയ്യാൻ വെച്ച ബ്രൈഡൽ ഷവർ കയ്യിൽ കിട്ടിയ എല്ലാ സാധനം എടുത്ത് മാക്സിമം നമ്മൾ അലങ്കോലാക്കിയിട്ടുണ്ട്. സഹായത്തിന് വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രൈഡിനെ നമ്മൾ പിടിച്ചിരുത്തി. അവൾക്ക് വേണ്ട ഒരു എന്റർടൈൻമെന്റ്. ഇതിനകത്ത് ഇത്രയും കാട്ടിക്കൂട്ടി വെച്ചിട്ടും എന്റെ 2 കണ്ണ് ആ പുറത്തെ പാടത്തായിരുന്നു. അതൊന്നും നോക്കി നിന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കിട്ടിയ ഗ്യാപ്പിൽ ഡ്രസ്സൊക്കെ മാറി ഒന്ന് മുടുക്കരായി. പിന്നെ കേക്ക് കട്ടിംഗ് ആയി, വീഡിയോ ആയി, ഫോട്ടോ ആയി, ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി. ഇൻഡോറിൽ നമ്മൾ പല പല ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് വലിയ മെച്ചൊന്നും കാണാത്തോണ്ട് മെല്ലെ നമ്മൾ പച്ചപ്പ് തേടി പുറത്തിറങ്ങി. ആ പറഞ്ഞത് എന്നെ ഇരുന്നു കേട്ടോ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും സക്കീർ ബായിക്ക്? ബട്ട് ഐ ക്യാൻ. ഒന്നും പേടിക്കാനില്ല, നമ്മുടെ ക്യാമറമാൻ നിലത്തൊന്നും വീണതാണ്. എന്നിട്ട് നമ്മൾ പരിപാടിയൊന്നും നിർത്തിയില്ല കേട്ടോ. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ നടന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ സമയമായിട്ട് പോലും ആ ഊഞ്ഞാലിരുന്ന ആടനെ എന്നെ ആലോചിച്ചിട്ട് എനിക്ക് എന്നെ സാധാപം തോന്നുന്നു. എന്റെ മുഖത്ത് ആ പുച്ച നിങ്ങൾ കണ്ടോ? ഈ പെര കത്തുമ്പോൾ വാഴ ഒട്ടണ സ്വഭാവമുള്ള ഫ്രണ്ട്സ് കൂടുതലുകൊണ്ടാണ് ഞാൻ ആ നോട്ടം നോക്കിയത്. വേറെ ഒന്നുമല്ല, എനിക്ക് എറണാകുളത്തേക്ക് പോകാനുള്ള ട്രെയിന് പാലക്കാട് ജംഗ്ഷനിലെത്തും. അതിനു മുമ്പ് ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് വേണം പോവാൻ. പിന്നെ നമ്മൾ അവിടുത്തെ അച്ഛനോടും അമ്മോടൊക്കെ യാത്ര പറഞ്ഞ് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് നിഖിലായിരുന്നു. ട്രെയിനിൽ കയറ്റി ഇരുത്തിയ പോലും ഈ ശല്യൊന്നും പോകില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിൽ ഇല്ലാതില്ല. അപ്പൊ ശരി ഗോയ്സ്, പോയിട്ട് പിന്നെ വരാം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.